ലോകത്താദ്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം അസോസിയേറ്റായിട്ട് ഉപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംഭവം കേരളത്തിലാണ്. ലോകത്തെവിടെയില്ല. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അടയാളപ്പെടുത്തും. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വർഗീയ, എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ മതരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാർട്ടിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകി അവരെ ഒപ്പം ചേർത്ത് അസോസിയേറ്റാക്കി മാറ്റിയ ആദ്യത്തെ പാർട്ടി അത് കേരളത്തിലെ UDF ആണ്, കോൺഗ്രസും ലീഗുമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായിട്ടുള്ള അതിക്രമത്തെ, ഭീകരാക്രമത്തെ പ്രതിഷേധിക്കാതെ, അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. BD സച്ചിൻ അതിനാ മറുപടി പറയേണ്ടത്. ഇവിടെ ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തെ എതിർക്കാത്ത, അതിനെതിരായിട്ട് പ്രതിഷേധിക്കാത്ത, അതിനെതിരായി പ്രകടനം നടത്താത്ത, അവിടെ ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന പ്രകടനത്തിൽ നിന്ന് വിട്ടുനിന്ന ഏക വിഭാഗം ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. ആ ജമാഅത്തെ ഇസ്ലാമുമായിട്ട് കൂട്ടുചേർന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മതവർഗീയതയുമായിട്ട് ചേർന്ന് ഒരു ആയുധവും നഷ്ടപ്പെട്ടു പോയ ഒരു പശ്ചാത്തലത്തിൽ എന്തും പറയാൻ യാതൊരു മടിയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയാണ്, നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഒരു രാഷ്ട്രീയവും പറയാൻ എന്നിട്ട് പറയാണ് ഹിന്ദു മഹാസഭയുമായിട്ട് ചേർന്നിരിക്കുന്നത്. ഏതായി ഹിന്ദു മഹാസഭ? ഏതാണെന്ന് പറയണ്ടേ? അങ്ങനെ ഒരു മഹാസഭയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളില്ലാതെ അന്നേ പറഞ്ഞു. എന്നിട്ട് അതിപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം വർഗീയ നിലപാടിനെ മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലേക്ക് മാറ്റി വേറൊരു വർഗീയതയാണ് ശക്തിപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ള പ്രചരണത്തിന് എന്തെങ്കിലും അടിസ്ഥാനം വേണം. ഞാൻ ഈ മാധ്യമങ്ങളോട് അന്നേ പറഞ്ഞതാണ്, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഈ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ അറിയേയില്ല, നിങ്ങൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അമ്മാതിരിയുള്ള ഏതോ ഒരു സൈസ് അവർ തന്നെ ഒന്നോ രണ്ടോ ആളുണ്ട്, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിൽ ഞങ്ങളെ എന്തിനാണ് പ്രതിയാക്കുന്നത്? ഒരു കൂടിക്കാഴ്ച ഞങ്ങൾ നടത്തിയില്ല. എന്ത് കൂടിക്കാഴ്ച? ഒരു കൂടിക്കാഴ്ചൻ്റെ പ്രശ്നം ഞങ്ങളുമായിട്ടുണ്ടായിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിൻ്റെ നിലപാട് തിരുത്തി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിനെ ഈ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന കടന്നാക്രമത്തെ, ഭീകരാക്രമത്തെ എതിർക്കാതെ ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെ അതിനെതിരായിട്ട് പ്രതിഷേധ പ്രകടനം മറ്റെല്ലാവരും ചേർന്ന് നടത്തിയപ്പോൾ അതിൽ യോജിക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ്. പിന്നെ എന്താ, പിന്നെ എപ്പോഴാണ് മാറി എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് വേറൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നിലപാടെല്ലാം പലപ്പോഴും മാറിയിട്ടുണ്ട്, ഇനിയും മാറ്റും. അതിനെന്താ സംശയമുള്ളത്? ഞങ്ങൾ ഒരു നിലപാട് മാത്രം നിൽക്കണം പറയുന്നത് നിലപാട് കേൾക്ക് അത് പറഞ്ഞുതരാം. നിലപാട് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതിന് പറഞ്ഞുതരാം. നിലപാട് മാറ്റുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രാഷ്ട്രീയ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥ വന്നാൽ നിലപാട് മാറ്റൂലേ? അടിയന്തരാവസ്ഥ മുമ്പ് വന്നില്ലേ? വന്നപ്പോൾ നിലപാട് മാറ്റിയില്ലേ? അങ്ങനെ നിലപാടൊന്നും മാറ്റൂല. ഇത് ഒറ്റ നിലപാടാണ്. ആര് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഹിന്ദു മഹാസഭയുടെ കാര്യം പറഞ്ഞു. ഹിന്ദു മഹാസഭ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. PDP ജമാഅത്ത് ഇസ്ലാമി ഒരുപോലെയല്ല. അതുമല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യ ദിവസം പറഞ്ഞല്ലോ. അല്ലാന്ന് പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സെൻട്രൽ ഗവൺമെൻറ്, പ്രത്യേകിച്ച് വർഗീയവാദി ശക്തികൾ, അതിന് ആർക്കും തർക്കമില്ലാത്ത. നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? ഞങ്ങളെല്ലാം അടുത്ത നിലപാടല്ലേ. ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെ, അസംബ്ലി ഉൾപ്പെടെ അടുത്ത നിലപാടല്ലേ ഇത്. അതിനെന്താ ഇപ്പം തർക്കമുള്ളത്? അതിനൊന്നും ഒരു തർക്കമില്ല. വാഹനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയം അവരെ ബോധപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന്. അവരെ മാത്രം അപമാനിക്കാനും മറ്റുള്ളവരെല്ലാം പരിശോധിക്കുമ്പോൾ അവരെ സ്നേഹിക്കാനുമാണ്.
അതൊരു പുതിയ സംഭവമല്ലേ. അവര് പറയുന്നത് നിങ്ങൾക്ക് അതായത് ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായുധീകരിക്കപ്പെട്ട UDF-നെയാണ് ഇവിടെ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് പറഞ്ഞു തുടങ്ങിയ പെൻഷൻ്റെ കാര്യം മുതൽ പെൻഷൻ കൈക്കൂലിയാണ് എന്നാദ്യം പറഞ്ഞു. പിന്നീട് ഈ ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞു. എല്ലാം പൊളിഞ്ഞ് തമ്പോറായപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യവും പറയാനില്ലാതിരിക്കുമ്പോൾ ഓരോന്ന് പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? പിന്നെ പക്ഷേ ഞങ്ങൾ രാജാക്കന്മാരാന്നാ? നമ്മളെയൊന്നും ഒരു തരത്തിലും പരിശോധിക്കും. ഞങ്ങളെല്ലാം വാഹനങ്ങൾ പരിശോധിക്കുന്നതിൽ യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ആർക്കും പരിശോധിക്കുന്നതിന് കുഴപ്പമുള്ള ആര് പറയുന്നത്? പെട്ടി പുറത്തെടുത്ത് വെച്ചു, അതിനുശേഷം പോയിക്കോ എന്ന് പറഞ്ഞു. ആ പെട്ടി പോലും പരിശോധിക്കുന്നില്ല. അപ്പോൾ ഒരു നാടകം സൃഷ്ടിക്കുന്നു എന്ന അല്ല, പെട്ടി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി പരിശോധിച്ചിരുന്നു പറയും. പിന്നെ ഞാൻ അതിലൊന്നും എനിക്ക് പറയേണ്ട യാതൊരു കാര്യമില്ല. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രക്രിയയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടപെടുന്ന പ്രശ്നമില്ല. സ്വാഭാവികമായിട്ടും അവർ പെട്ടി പരിശോധിക്കുന്നുണ്ട്, പരിശോധിക്കാതെ വിടുന്നുണ്ട്, കാറ് പരിശോധിക്കുന്നുണ്ട്, വണ്ടി പരിശോധിക്കുന്നുണ്ട്. ഇവിടത്തേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നു തുടങ്ങി മാത്രമല്ല, കേരളത്തിലുടനീളം മുമ്പ് ഉണ്ടായതാണ്, ഇപ്പോഴും ഉണ്ട്. അത്രയേ ഉള്ളൂ. അതെല്ലാം തരംതാണ പ്രസ്താവനയാണ്. അതിലൊന്നും ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഭീഷണിപ്പെടുത്തുന്നത് ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ മാത്രം പരാതി, LDF-ന് ഒരു പരാതി, UDF-ന് പരാതി, അങ്ങനെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്, അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? താൻ തോന്നിയിട്ട് കളിക്കുകയാണ്. പരിശോധിക്കുമല്ലോ, എല്ലാ വാഹനവും എപ്പോൾ പരിശോധിക്കാതെ അതിൻ്റെ കുഴപ്പമുള്ളതെന്ന് പരിശോധിച്ചോട്ടെ. എല്ലാം പരിശോധിക്കുന്ന നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലല്ലോ. മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ട് വരാം. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഓർമ്മ പോകണം. അങ്ങനെയുള്ള അമർഷവും പ്രതിഷേധമൊക്കെ രൂപപ്പെട്ട് വരാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുറന്ന പുസ്തകം പോലെയാണ്. ഏതും പരിശോധിച്ചോട്ടെ.